ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അവസാനിച്ചുവെന്നും ഭരണം മാറിയതോടെ അതിലുള്ള താല്പര്യം എല്ലാവർക്കും നഷ്ടപ്പെട്ടു എന്നൊക്കെ കരുതിയത് പലരുടെയും മണ്ടത്തരമായി മാറുകയാണ്. ഇപ്പോഴാണ് യഥാർത്ഥ കള്ളന്മാർ പുറത്തു വരാൻ പോകുന്നത്. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് തന്നെ ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്ന പത്മകുമാറും എൻ വാസുവും ഒഴിച്ച് ബാക്കിയുള്ള CPM നേതാക്കളെയെല്ലാം സംരക്ഷിച്ചു വച്ചു. ഇന്നലെ അറസ്റ്റിലായ PS പ്രശാന്തും അതുപോലെ കൂടെ ചോദ്യം ചെയ്യലിന് വിധേയനായ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ പിണറായിയുടെ സംരക്ഷണത്തിൽ രക്ഷപ്പെട്ടു വരികയായിരുന്നു. എന്നാൽ ഇനി മോഷ്ടിച്ചവർ രക്ഷപ്പെടാൻ അങ്ങനെ സാധ്യതയൊന്നുമില്ല. അതിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ അറസ്റ്റുകളും തകൃതിയായ അന്വേഷണങ്ങളും കുറ്റപത്രം സമർപ്പിക്കുന്നതിന് ഏറ്റവും അവസാന ദിവസങ്ങൾക്ക് മുൻപ് കാണുന്ന ഈ അറസ്റ്റുമൊക്കെ. ഇങ്ങനെ കൂടെ കൂടെ അറസ്റ്റ് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ LDFനെ ഭയപ്പെടുത്തുന്നത്. UDF സർക്കാരിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴത്തെ ഈ അറസ്റ്റും നീക്കങ്ങളുമെല്ലാം. ദേവസ്വം മന്ത്രി K മുരളീധരൻ കോടതിക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ 8 മാസം കഴിഞ്ഞിട്ടും ഒരു കുറ്റപത്രം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തിൻ്റെ കഴിവില്ലായ്മയാണ്. ഇതേ പ്രശാന്തും കടകംപള്ളിയും എല്ലാം ഇതിൽ പ്രതിയാണെന്നറിഞ്ഞിട്ടും അറസ്റ്റിന് ഇത്ര വൈകുന്നതിൻ്റെ കാരണം SIT സംഘം ഭീരുക്കളായതുകൊണ്ടാണ്. UDF സർക്കാർ വന്നതുകൊണ്ട് കുറ്റവാളികളെ പിടിക്കാൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇപ്പോൾ ചിലത് നടക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ആരും ബാക്കിയാകാതെ കുറ്റപത്രം നൽകണമെന്നും ആ കുറ്റപത്രം ഈ മാസം തന്നെ നൽകണമെന്നുമാണ് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വേറെ കോടതിയെ സമീപിക്കുമെന്ന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് മന്ത്രി മുരളീധരൻ. നമുക്കറിയാം LDFന് ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായ ഈ ശബരിമല കൊള്ളയിൽ പ്രധാന പ്രതികളായ ചില പ്രമുഖർ ബാക്കിയുണ്ട് എന്നുള്ള വ്യക്തമായ സൂചനയാണ് SITക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പാവം PS പ്രശാന്ത് കോൺഗ്രസിൽ നിന്നും പോയ ഒരാളാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും CPMൻ്റെ കമ്മിറ്റിയിൽ ചോദിക്കേണ്ടി വരുന്നൊരു സമയത്ത് ഇത്രയും വലിയൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് അനുമതി നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും സ്വാധീനം ചെലുത്തണം. അതും സാധാരണ നേതാക്കൾ പറഞ്ഞാലൊന്നും പ്രശാന്ത് കേൾക്കില്ല. കാരണം അങ്ങോട്ട് പ്രസിഡൻ്റായി അയച്ചത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഒപ്പം ചില ബന്ധങ്ങളുടെ പേരിൽ മരുമകൻ മന്ത്രി റിയാസുമാണ്. അതുപോലെ തന്നെ കസേരയിൽ പിടിച്ചിരുത്തിയത് മന്ത്രി വാസവനടക്കമുള്ള പ്രമുഖരാണ്. അപ്പോൾ അവരോട് ചോദിക്കാതെ ഒരു ചരട് പോലും ശബരിമലയിൽ തൊട്ടിട്ടുണ്ടാകില്ല PS പ്രശാന്ത് എന്നത് ഉറപ്പാണ്. അപ്പോൾ ചെന്നിത്തലയുടെ പോലീസിന് ഇനി അറിയേണ്ടത് 2025 ഒരിക്കൽ കൂടി ആ വിഗ്രഹത്തിന് സ്വർണം പൂശാൻ പ്രശാന്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാര്? അല്ലെങ്കിൽ ചില മോഷ്ടാക്കൾ ഇത് ചെയ്യാൻ പ്രശാന്തോട് പറഞ്ഞപ്പോൾ പ്രശാന്ത് ആരുടെ അനുമതിയാണ് വാങ്ങിയത്? 2025 സ്വർണം പൂശാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് പ്രശാന്തൊക്കെ തന്നെയാണ്. 19 വലിയ കൊള്ള പിടിക്കപ്പെടും എന്നായപ്പോഴാണ് 19 ഉൾപ്പെട്ട കള്ളന്മാരും ഇതിൻ്റെ പിന്നിലുണ്ടാകും എന്നുള്ളത് ഉറപ്പാകുന്നത്. അത് കണ്ടുപിടിച്ചിട്ടും ആ പ്രമുഖന്മാരെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന SIT സംഘത്തിനും വലിയ പണി കിട്ടാൻ പോവുകയാണിപ്പോൾ. കാരണം PS പ്രശാന്തിന് ഇതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ തന്നെ ഈ കുഴിയിൽ കൊണ്ടുപോയി ചാടിച്ച പ്രഗത്ഭരുടെ പങ്കിനെക്കുറിച്ചെല്ലാം തുറന്നു പറയണം. ഇതിന് മുകളിലുള്ള മന്ത്രിമാരെ വരെ ചൂണ്ടിക്കാണിക്കണം. അത് പറഞ്ഞു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ VN വാസവൻ സ്വർണ്ണമോഷണത്തിന് കൂട്ടുനിന്നുവെന്നും അവിടുത്തെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നും ഒന്നും ആരും പറയുന്നില്ല. പക്ഷേ ആദ്യ പിണറായി സർക്കാരിൽ സ്വർണം കട്ടവരെ രക്ഷപ്പെടുത്താൻ പ്രശാന്തിനെ അദ്ദേഹം ഉപയോഗിച്ചു, ഒരു സംശയവുമില്ല. അങ്ങനെ വരുമ്പോൾ കടകംപള്ളിയൊക്കെ രക്ഷപ്പെടാൻ പ്രശാന്തിനെ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിന് VN വാസവൻ്റെ വ്യക്തമായ നിർദ്ദേശങ്ങളും ഉണ്ടാകാം. ഇതൊന്നുകൂടി തെളിഞ്ഞാൽ ഈ പറയുന്നവരെയെല്ലാം ചെന്നിത്തലയുടെ പോലീസ് തൂക്കി അകത്തിടും. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിണറായി സർക്കാർ നിയമിച്ച പ്രസിഡന്റുമാരിൽ 3ാമത്തെയാളാണ് സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രശാന്ത്. അംഗങ്ങളും ഓരോന്നായി അറസ്റ്റിലാകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡുകൾക്ക് പങ്കില്ല എന്ന് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ വാദിച്ചതാണ്. എന്നാൽ പിണറായി സർക്കാർ നിയമിച്ച മുൻ 3 ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളും അറസ്റ്റിലായതോടെ പൊളിഞ്ഞത് ആ വലിയ വാദം കൂടിയാണ്. അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രശാന്ത് ആരോപിച്ചുവെങ്കിലും അതിനെ പരസ്യമായി പിന്തുണക്കാൻ CPM നേതാക്കൾ തയ്യാറായില്ല. രാഷ്ട്രീയ പ്രേരിതമെന്ന് താൻ പറയില്ലെന്ന് EP ജയരാജൻ വ്യക്തമായി പറഞ്ഞപ്പോൾ പ്രശാന്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാകും ഇങ്ങനെ പറഞ്ഞതെന്ന് ഒഴിഞ്ഞു മാറുകയാണ് മുൻ ദേവസ്വം മന്ത്രി കൂടിയായ VN വാസവൻ ചെയ്തത്.
സംസ്ഥാന നേതൃത്വം പ്രതികരിക്കട്ടെ എന്ന നിലപാടുമായി MA ബേബി തന്നെ ഇതിൽ നിന്നും ഒഴിഞ്ഞുമാറി. പ്രശാന്തിന് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കില്ല എന്നുള്ള സന്ദേശമാണ് നേതൃത്വം മുഴുവൻ നൽകുന്നത്. അങ്ങനെ പൂർണ്ണമായും CPM കൈയൊഴിഞ്ഞതോടെ ഇനി സത്യമെല്ലാം തുറന്നു പറയാനാണ് പ്രശാന്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രശാന്തിനെ കേസിൽ CPM നേതാക്കൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മനഃപൂർവ്വം പെടുത്തിയതാണെങ്കിൽ തെളിഞ്ഞാൽ മാപ്പുസാക്ഷിയാകാമൊക്കെ എന്നുള്ളൊരു സാധ്യത വന്നാൽ ആ മന്ത്രിയെ, ആ പ്രമുഖന്മാരെ ചൂണ്ടിക്കാണിച്ച് പ്രശാന്ത് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്.